വെൽക്കം ടു വെരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആശ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ബാങ്കിന് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിസൾട്ടാണ് SBI ക്ലർക്കിൻ്റെ പ്രിലിമിനറി റിസൾട്ട്. ഓക്കെ, അതിൻ്റെ എക്സാം ഡേറ്റ്, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, അതൊക്കെ എത്ര വരും, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ വേക്കൻസി എത്രയാണ് എന്നുള്ള ചെറിയൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഒത്തിരി പേര് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനൊരു എൻക്വയറി നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ് ഫസ്റ്റ് നമുക്കതിൽ കഴിഞ്ഞ വർഷത്തെ 2021 കട്ട് ഓഫും വേക്കൻസി എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം 2021 SBI ക്ലർക്ക് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിൽ ഔട്ട് ഓഫ് 100 വേക്കൻസീസിൽ 100 വേക്കൻസീസാണ് ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് കട്ട് ഓഫ് വന്നേക്കുന്നത് 80.75 ആയിരുന്നു. ഇതിൽ ഒട്ടുമിക്ക സൈറ്റിലും കൊടുത്തേക്കുന്നത് 69 ആണ് കട്ട് ഓഫ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അത് ആക്ച്വലി അത് മിസ്റ്റേക്ക് പറ്റിയാണ് അത് കൊടുത്തേക്കുന്നത്, അതല്ല കട്ട് ഓഫ്. ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 80.75 ആയിരുന്നു ജനറൽ കാറ്റഗറിയിൽ നോക്കുവാണെങ്കിൽ പ്രിലിംസിൻ്റെ കട്ട് ഓഫ്. ഇപ്പം നിങ്ങൾ സൈറ്റിലൊക്കെ നോക്കി 69 ആണ്, അപ്പോൾ ഇത്തവണ അതിലും കുറവായിരിക്കും, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. 80.75 തന്നെ ആയിരുന്നു കട്ട് ഓഫ്. ജസ്റ്റ് ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ 2021 പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുടെ സ്കോറിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ജനറലിൻ്റെ കട്ട് ഓഫ് 80.75 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ക്ലാരിറ്റി കുറവാണ്, വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ വർഷത്തെ ഒരു സ്ക്രീൻഷോട്ടാണ്, അപ്പോൾ നമുക്ക് അത്ര ഒരു ക്ലാരിറ്റി കിട്ടിയുള്ളൂ. അപ്പോൾ 80.75 ആണ് കഴിഞ്ഞ വർഷത്തെ ജനറലിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഞങ്ങളൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇത് തന്നെയാണ് കട്ട് ഓഫ് എന്ന് ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഇമേജ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2021 ബാക്കി സ്റ്റേറ്റുകളിലേക്ക് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ ഞാൻ പറഞ്ഞു വളരെ വേക്കൻസി കുറവായിരുന്നു, 100 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 80.75 ആയിരുന്നു കട്ട് ഓഫ്. എക്സാം അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവലായിരുന്നു, ഒരു മോഡറേറ്റ് ഈസി ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ 80.75 ആയിരുന്നു കട്ട് ഓഫ്. ഇനി തമിഴ്നാട് വന്നിട്ട് നോക്കുവാണെങ്കിൽ 475 475 വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ കട്ട് ഓഫ് വളരെ കുറവ് തമിഴ്നാട്ടിലായിരുന്നു, 61.75 ആണ്. അത് ഏറ്റവും കൂടുതൽ വേക്കൻസി തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാടായിരുന്നു, 61.75 ആണ്. അതുപോലെ ഇനി നമ്മുടെ കർണാടക നോക്കുവാണെങ്കിൽ അതിലും നിയറസ്റ്റ് ആയിട്ട് ഒരു 400 വേക്കൻസി 400+ വേക്കൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് ആണെങ്കിൽ 64.25 ആണ് പറഞ്ഞിരിക്കുന്നതല്ല, ഇത് തന്നെയാണ് വന്നത്. 60.25 ആണ് ജനറലിൻ്റെ കട്ട് ഓഫ് വന്നത്. ഇനി ആൻഡമാൻ നിക്കോബാറിലാണെങ്കിൽ 66.25 ആണ്. അവിടെ വളരെ വേക്കൻസി കുറവാണ്, 15 വേക്കൻസി ആയിട്ട് പോലും 66.25 ഉണ്ടായിരുന്നുള്ളൂ. കട്ട് ഓഫ് വളരെ വേക്കൻസി കുറവാണ്, എന്നാലും ആ മാർക്ക് വളരെ കുറവാണ് അല്ലേ. ഓക്കെ, അപ്പം അത് അവിടെ എഴുതുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്, അതുകൊണ്ടാണ് ആ കട്ട് ഓഫ് അങ്ങനെ നിൽക്കുന്നത്. ഇനി നോക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഏറ്റവും കുറവുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഏറ്റവും നല്ല കട്ട് ഓഫ് ആയിരുന്നു നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷം വന്നേക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ വർഷത്തെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ വർഷം നമുക്ക് എല്ലാവരും എക്സാം കഴിഞ്ഞവരാണ്. അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ IBPS ക്ലർക്കിന് ഒരു 85 സംതിങ് ആണ് കട്ട് ഓഫ് വന്നത്. IBPS ക്ലർക്കിനേക്കാളും കുറച്ചുകൂടെ വേക്കൻസി എന്തിനുണ്ട്, ഇപ്പം നമ്മുടെ SBI ക്ലർക്കിനുണ്ട്. IBPS ക്ലർക്കിനും SBI ക്ലർക്കിനും ഏതാണ്ട് എക്സാം പാറ്റേൺ ഒരുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ SBI ക്ലർക്കിനായിരുന്നു കുറച്ചുകൂടി പ്രിലിംസ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് SBI ക്ലർക്കിനായിരുന്നു. പക്ഷെ വേക്കൻസിയും ഉണ്ട്, ഈസി ആയിരുന്നു, വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 80 റേഞ്ചിനകത്ത് നിൽക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു 75 to 80 റേഞ്ചിൽ നിൽക്കും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം എന്ന് പറഞ്ഞാൽ 273 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. നോക്ക്, കഴിഞ്ഞ വർഷം 100 ആയിരുന്നു, ആ 100ൻ്റെ ഇരട്ടിയേക്കാളും കൂടുതലാണ് ഇപ്പം എന്ത് പറഞ്ഞേക്കുന്നത്, വേക്കൻസി റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. എക്സാം ഈസി ആയിരുന്നു, എല്ലാവരും 90 റേഞ്ച് ചെയ്തവരാണ്. 90 റേഞ്ച് ചെയ്തവരും 85 റേഞ്ച് ചെയ്തവരും 80 റേഞ്ച് ചെയ്തവരും സേഫ് ആണ്, അവർക്ക് എല്ലാവർക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വേക്കൻസിയും കൂടെ കൺസിഡർ ചെയ്യണം. ഈ വേക്കൻസി വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു 75-80 അകത്ത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും കേരളത്തിൽ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വരുന്നത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി തമിഴ്നാട് നോക്കുവാണെങ്കിൽ
ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നേക്കുന്നതിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു 4 സ്റ്റേറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് വന്നേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിൽ വേക്കൻസി കുറവാണ്. കഴിഞ്ഞ വർഷം ഒരു 475 ആണ് വേക്കൻസി. അപ്പം അതിന് വെച്ച് നോക്കുവാണെങ്കിൽ വേക്കൻസി കുറച്ച് കുറവാണല്ലേ, കുറച്ച് കുറവാണ്, ഒരു 100ന് മേളിൽ കുറവാണ്. എന്നാൽ കൂടി അവിടെ ഇപ്പോൾ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെക്കാട്ടി 1-2 മാർക്കിൻ്റെ വ്യത്യാസമേ വരുത്തുള്ളൂ, അത്രേ തോന്നുന്നുള്ളൂ. അപ്പോൾ ഒരു 63 റേഞ്ച്, 63 to 65, 63 മുതൽ 65 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ആണെങ്കിൽ ഒരു 80 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 75 to 80 വരെ ആയിരിക്കും കട്ട് ഓഫ് കേരളത്തിൽ. തമിഴ്നാട്ടിലാണെങ്കിൽ 63 to 65 ആയിരിക്കും. അതുപോലെ കർണാടകയിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടി വേക്കൻസി കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? വേക്കൻസി കുറവാണെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് എക്സാം ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു ലെവൽ തന്നെ ആയിരുന്നു. അപ്പം ഒബിയസ്ലി എന്ത് ചെയ്യും? കട്ട് ഓഫ് കുറച്ചുകൂടി കൂടും അല്ലേ. കഴിഞ്ഞ വർഷം 64 പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു 64-66 റേഞ്ച് പ്രതീക്ഷിക്കാം. കർണാടകയാണെങ്കിൽ 64-66 റേഞ്ചേ വരത്തുള്ളൂ. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ ആണെങ്കിൽ 10 ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെക്കാട്ടി വേക്കൻസി കൂടുതലാണ്, കുറവാണ്. 15 ആയിരുന്നു കഴിഞ്ഞ വർഷം, ഇവിടെ 10 ആണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടി കുറച്ചുകൂടി ഒരു 70, ഇൻ ബിറ്റ്വീൻ 70-ക്കകത്ത് നിൽക്കും. 68-70 ഒരു റേഞ്ചിനകത്ത് നിൽക്കും. ഈ ഒരു 4 സ്റ്റേറ്റിൻ്റെ കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ, പ്രിലിംസിൻ്റെ കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കേരളത്തിൻ്റെ കട്ട് ഓഫ്. ഞാൻ ഈ പറഞ്ഞതാണെങ്കിൽ 75 to 80 ആണ് ഞാൻ പറഞ്ഞതെങ്കിലും അത് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വേക്കൻസി ഒരുപാട് കൂടുതലാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ വേക്കൻസി കുറവായതുകൊണ്ട് എല്ലാവരും അതർ സ്റ്റേറ്റ് വെച്ചാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്നിട്ടും ഇവിടെ കട്ട് ഓഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ കട്ട് ഓഫ് കൂടിയിട്ട് ഇവിടെ ഒരു നോർമൽ റേഞ്ചിൽ കട്ട് ഓഫ് നിന്നത്. ഈ വർഷം ഇവിടെ വേക്കൻസി ഉള്ളത് കൊണ്ട് തന്നെ കട്ട് ഓഫിന് ചെറിയൊരു വേരിയേഷൻ വരാം. എന്നാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് ഇതാണ്. ഇനി എക്സാം വന്നിട്ട് റിസൾട്ട് വന്നതിന് ശേഷം മെയിൻസ് എക്സാമിന് പഠിക്കാം എന്നും പറഞ്ഞിരിക്കുന്നവരോട് ഒരു ഉപദേശം മാത്രമേ പറയാനുള്ളൂ. SBI ക്ലർക്ക് എന്ന് പറയുന്നത് SBIയുടെ എല്ലാ എക്സാമും ഓൾമോസ്റ്റ് 10 ഡേയ്സ് ആയിരിക്കും നമുക്ക് എന്തിന് തരുന്നത്? മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് തരുന്നത്. അവർ അത്ര മാത്രമേ നമുക്ക് തരുള്ളൂ. ഇതുവരെയുള്ള എല്ലാ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ IBPS PO ഒക്കെ ആണെങ്കിൽ ഒരു മാസം അടുപ്പിച്ച് സമയം നമുക്ക് തന്നായിരുന്നു. അത് ഇൻ ബിറ്റ്വീൻ കുറേ എക്സാംസ് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സമയം നമുക്ക് കിട്ടിയത്. പക്ഷേ SBI ക്ലർക്കിന് അങ്ങനെ ഒരു അവസരമേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കത്തില്ല. എക്സാമിനൊരു 10 ദിവസം മുന്നേ ആയിരിക്കും നമ്മുടെ റിസൾട്ട് ഹോൾ ടിക്കറ്റുമായിട്ടങ്ങ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് എടുക്കാതിരിക്കുക. എല്ലാവരും SBI ക്ലർക്കിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ മെയിൻസിന് വേണ്ടി ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ SBI ക്ലർക്ക് ഉണ്ട്, SBI PO ഉണ്ട്, FC എക്സാം വരുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. നമ്മളൊരു മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം നമ്മൾ ക്ലിയർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ജോലിക്ക് പോകാൻ, ജോലി നേടാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇന്ന എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം മുതലേ നിങ്ങൾ എന്ത് ചെയ്യുക? കറണ്ട് അഫേഴ്സ്, എക്സാംസ്, മെയിൻസിൻ്റെ എക്സാംസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി SBI ക്ലർക്കിൻ്റെ മെയിൻസ് എക്സാം ജാനുവരി 1st വീക്ക് വരും എന്നാണ് പറയുന്നത്. ജാനുവരി 1st വീക്കായിരിക്കും മെയിൻസ് എക്സാം വരുന്നത്. അപ്പം അതുവരെ വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക. എല്ലാവരും എന്ത് ചെയ്യുക? ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഡിസംബർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഡിസംബർ ഒരു പ്രീവിയസ് 3 months കറണ്ട് അഫേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് മാസമൊക്കെ വേണ്ടി വരും? ഡിസംബർ വേണ്ടി വരും, നവംബർ വേണ്ടി വരും, ഒക്ടോബർ വേണ്ടി വരും. ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു 3 മാസത്തെ കറണ്ട് അഫേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ജാനുവരി 1st വീക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് SBI ക്ലർക്കിൻ്റെ മെയിൻസ് നല്ല രീതിക്ക് എഴുതാനായിട്ട് പറ്റണം. ആ ഒരു രീതിക്ക് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ എന്തോ വരട്ടെ, SBI ക്ലർക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യുക? SBI ക്ലർക്കിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. വരുന്ന ഏതെങ്കിലും ഒരു മെയിൻസ് എക്സാം നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആ എക്സാം അങ്ങ് ക്രാക്ക് ചെയ്യാനും പറ്റണം. ഓക്കെ, അല്ലാതെ ആരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. എനിക്ക് റിസൾട്ട് കിട്ടിയാലേ പഠിക്കും എന്നുള്ളൊരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കുക. എല്ലാവരും ഇപ്പോൾ തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ വരാന്ത റേസിൽ ഡിസംബർ 10th ഒരു ജോബ് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. എല്ലാ ബ്രാഞ്ചസിലും നടത്തുന്നുണ്ട്. അങ്ങനെ ജോബ് അവയർനെസ്സിൻ്റെ പ്രോഗ്രാം എന്തെങ്കിലും ഇപ്പോൾ PSCക്ക് ചേരണോ, ബാങ്കിന് ചേരണോ, SSCക്ക് ചേരണോ, അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊരു ഡൗട്ടിൽ
ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു ഡൗട്ടിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനൊരു അവയർനെസ് പ്രോഗ്രാമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും അതിലെങ്ങനെയാണ് പാക്കേജ് അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അവയർനെസ് പ്രോഗ്രാം ഡിസംബർ 10 ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ഡിസംബർ 10 എല്ലാ ബ്രാഞ്ചിലും വെരാന്ത റൈസിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഈ പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഫ്രണ്ട്സിന് വല്ലതും സജസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC SSC ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസിന് വേണ്ടിയിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്ത് വിടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.